ഹലോ ഓൾ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നെറ്റ്വർക്ക് തിയറംസ് ആയിരുന്നു. അതിനകത്തെ മാക്സ്വെൽസ് ലൂപ്പ് കറന്റ് മെത്തേഡാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് സോൾവ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂൾ ഞാൻ പറഞ്ഞുതരാമെന്ന്. നിങ്ങൾ ഓപ്പാമ്പ് ചെയ്യാനും അതുപോലെ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ് ചെയ്യാനും അങ്ങനെ ഒരുവിധം സർക്യൂട്ട്സിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് എന്ത് നോഡൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോഡൽ അനാലിസിസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സർക്യൂട്ട് എന്ന് കരുതുക. എന്താണ് ഒരു നോഡ് എന്ന് പറഞ്ഞാല്? നോഡ് എന്ന് പറഞ്ഞാല് പിന്നെ മൂന്നോ അതിലധികമോ സർക്യൂട്ട് കമ്പോണൻസ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നോഡ് എന്ന് പറയാം. ഓക്കെ, ഡെഫിനേഷൻ എങ്ങനെ പറയാം? എനി ജംഗ്ഷൻ ഇൻ ദ നെറ്റ്വർക്ക് വേർ 3 or more branches meet is regarded as node. ഓക്കെ, മൂന്നോ അതിലധികമോ ബ്രാഞ്ച് മീറ്റ് ചെയ്യുന്ന സ്ഥലം, 3 മിനിമം ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനെ നമുക്ക് എന്താ പറയാ? നോഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിനകത്ത് ഇവിടെ 2 നോഡ്സ് ഉണ്ട് അല്ലെ? അതിനകത്ത് ഞാൻ ഈ നോഡിനെ ഞാൻ നോഡ് 1 എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ഈ നോഡിനെ ഞാൻ നോഡ് 2 എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്തുണ്ടാവും? ഒരു റെഫറൻസ് നോഡ് ഉണ്ടാവും. റെഫറൻസ് നോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയും സാധാരണ. ഓക്കെ, ഇനി ഈ പർട്ടിക്കുലർ സർക്യൂട്ടിനകത്ത് ഞാൻ 2 കറന്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് I ഡാഷ് ആണ്, ഒന്ന് I ഡബിൾ ഡാഷ് ആണ്. ഓക്കെ, കറന്റ് സോഴ്സിൽ നിന്നും കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അതാത് നോഡുകളിലേക്ക് ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ നോഡൽ അനാലിസിസിന്റെ മെത്തേഡ് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു നോഡ് ഒരു സമയത്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, one at a time. We will consider a node at a time. എന്നിട്ട് എന്ത് ചെയ്യും? ആ നോഡാണ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് ഇമാജിൻ ചെയ്യും. ഒരു നോഡ് ഇമാജിൻ ചെയ്യാം, കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതാണ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് ഇമാജിൻ ചെയ്യാം. അത് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ബാക്കി എല്ലാ നെറ്റ്വർക്ക് കമ്പോണൻസിനെയും അപേക്ഷിച്ച് ആ പോയിന്റിലാണ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ എന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ എന്തുണ്ടാവുക ചോദിച്ചാല് അവിടുന്ന് പുറത്തേക്ക് എന്ത് പോകുള്ളൂ? കറണ്ട് ഒഴുകുള്ളൂ അല്ലെ? പൊട്ടൻഷ്യൽ എപ്പോഴും ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലിലേക്ക് പോവാം. അപ്പൊ നോഡിൽ നിന്നും പുറത്തേക്ക് എന്ത് ചെയ്യും? എല്ലാ ഡയറക്ഷനിലും കറണ്ട് പോകും എക്സെപ്റ്റ് കറന്റ് സോഴ്സ് ഉള്ള ഡയറക്ഷനിൽ. അപ്പൊ ഞാൻ ഒന്ന് വിശദമാക്കാം. ഇവിടെ ഇപ്പൊ നോഡ് 1 അല്ലെ? ഈ നോഡ് 1 ആണെന്ന് എഴുതാം. ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ V1 ആണെന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ V1 ആണെന്ന് എഴുതാം. ഇത് നോഡ് 2 അല്ലേ? ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ V2 ആണെന്ന് എഴുതാം. ഓക്കെ, ഈ നോഡിലുള്ള പൊട്ടൻഷ്യൽ ആണ് V2. ഇനി ഞാൻ ആദ്യം നോഡ് 1 കൺസിഡർ ചെയ്യാണ്. നോഡ് 1 ഞാൻ കൺസിഡർ ചെയ്താൽ അതാണ് ആ സർക്യൂട്ടിനകത്ത് ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്നും കറണ്ട് പുറത്തേക്കേ ഒഴുകുള്ളൂ, ജംഗ്ഷനിലേക്ക് കറണ്ട് വരില്ല എക്സെപ്റ്റ് ഫ്രം ദ കറന്റ് സോഴ്സ്. ഇവിടെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട് I ഡാഷ്. അപ്പൊ ഇതിന് കറണ്ട് ഇങ്ങോട്ട് വരും അല്ലെ? ഇങ്ങനെ കറണ്ട് വരും. പക്ഷെ ഇവിടുന്ന് കറണ്ട് എങ്ങനെ പോകുള്ളൂ? പുറത്തേക്ക് പോകുള്ളൂ. ഓക്കെ, ഇനി ഈ R1 എന്ന റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് I1 ആണ് വരുന്നത്. ഓക്കെ, R1 ഒഴുകുന്ന കറണ്ട് I1 ആണ്. R2 ഒഴുകുന്ന കറണ്ട് I2 ആണ്. അതുപോലെ ഇതിലൂടെ പോകുന്ന കറണ്ട് I3 ആണെന്ന് കരുതുക. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് ഒരു കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ KCL അപ്ലൈ ചെയ്യണം. കിർച്ചോഫ്സ് കറന്റ് ലോ. എന്താണത്? ആൽജിബ്രായിക് സം ഓഫ് കറന്റ് റീച്ചിങ് എ ജംഗ്ഷൻ ഈസ് 0. ഓക്കെ, ഇനി നമുക്കറിയാം കിർച്ചോഫ് കറന്റ് ലോയുടെ കൺവെൻഷൻ നമ്മൾ എങ്ങനെ എടുത്തേ? കറന്റ് coming to a junction is taken as positive and current going away from the junction is taken as negative. അല്ലെ? ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് പോസിറ്റീവ് ആയിട്ടും അവിടുന്ന് പോകുന്ന കറന്റ് നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? അപ്ലൈ KCL to node 1. ഒന്നാമത്തെ നോഡിലേക്ക് KCL അപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കാം, I ഡാഷ് എന്ന് പറഞ്ഞ കറന്റ് ജംഗ്ഷനിലേക്ക് വരികയാണ് അല്ലെ? അതുകൊണ്ട് I ഡാഷ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി I1 എന്ന് പറഞ്ഞ കറണ്ട് ഈ ജംഗ്ഷനിൽ പോവാണ്, I3 എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ പോവാണ് ആണല്ലോ. കാരണം നമ്മൾ പറഞ്ഞു ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് I1 പോകുന്നത് കൊണ്ട് -I1, പിന്നെ I3 പോകുന്നതുകൊണ്ട് -I3 = 0. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് അപേക്ഷിച്ച് KCL അതാണ് അല്ലെ? ആൽജിബ്രായിക് സം ഓഫ് കറന്റ് റീച്ചിങ് എ ജംഗ്ഷൻ ഈസ് 0, കറന്റ് ഇൻ എ ജംഗ്ഷൻ ഈസ് 0. അപ്പൊ I ഡാഷ് -I1 -I3 = 0. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്താം? I ഡാഷ് I1 plus I3 എന്ന് എഴുതാം അല്ലെ? I ഡാഷ് I1 plus I3 എന്ന് എഴുതാം.
ഇനി എന്താണ് ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ, സോറി I1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്. ഇനി നമുക്ക് I1 ഉം I3 ഉം കാണണം. ഓക്കെ, I1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് I1 എന്ന് പറഞ്ഞാൽ ഇതിൽ വിടുന്ന കറണ്ട് അല്ലേ. നമുക്കറിയാം V1 എന്ന് പറയുന്നത് ഹൈ പൊട്ടൻഷ്യൽ ആണ് അല്ലെ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് V1 ബാക്കി എല്ലാ ഭാഗത്തെ അപേക്ഷിച്ച് അവിടെ ഹൈ പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ട് കറണ്ട് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, I1 ഈസ് ദി ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഡിവൈഡഡ് ബൈ ദി റെസിസ്റ്റൻസ് കണക്ടിങ് ദം. ഇവിടത്തെയും പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ R1. കറണ്ട് അല്ലേ, കറണ്ട് V/R ആണ്. ആ ഫോർമുല അത്രേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ I1 എന്താ വരിക? V1 മൈനസ് ഇവിടുത്തെ പോയിന്റ് V1, പൊട്ടൻഷ്യൽ V1. ഈ പോയിന്റ് പൊട്ടൻഷ്യലോ 0, ഗ്രൗണ്ട് അല്ലേ. V1 മൈനസ് 0 ബൈ R1 അല്ലേ. അതുകൊണ്ട് I1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ബൈ R1 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് I3. ഓക്കെ, I3 എന്ന് പറഞ്ഞാൽ എന്താണ്? I3 ഈക്വൽ ടു ഇതല്ലേ I3. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കറണ്ട് പോകുന്നത്. ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? V1. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? V2. അപ്പൊ V1 മൈനസ് V2 ബൈ അത് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് R3 അല്ലെ, V/R അല്ലെ. അപ്പൊ I3 എന്ന് പറയുന്നത് വരും V1 മൈനസ് V2 ബൈ R3 വരും അല്ലെ. V1 മൈനസ് V2 ബൈ R3 വരും അല്ലെ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? I ഡാഷ് കണ്ടുപിടിക്കാണ്. അപ്പം I ഡാഷ് ഈക്വൽ ടു വരും I ഡാഷ് I1 പ്ലസ് I3 അല്ലേ. അപ്പം V1 ബൈ R1 പ്ലസ് V1 മൈനസ് V2 ബൈ R3 വരും അല്ലെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ I1 ഈക്വൽ ടു V1 ബൈ R1 പ്ലസ് V1 ബൈ R3 മൈനസ് V2 ബൈ R3 എഴുതാം. അല്ലെങ്കിൽ I dash equal to V1 കോമൺ ആണ് 1 by R1 plus 1 by R3 അല്ലേ, മൈനസ് V2 by R3. ഓക്കെ, ഇതാണത് I dash എന്ന് പറഞ്ഞ കറണ്ട്. ഇപ്പൊ ഈ നോഡിന്റെ അനാലിസിസ് കഴിഞ്ഞു. ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് നോഡ് 2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? അപ്ലൈ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? അപ്ലൈ KCL ടു നോഡ് 2 അല്ലെ. നോഡ് 2 എന്ത് ചെയ്യാം? KCL അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് അപ്പൊ എന്ത് ചെയ്യാം? സാധാരണ പോലെ തന്നെ ഇനി നോക്കുക. ഇനി ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ. നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന നോഡ് രണ്ടാമത്തെ നോഡാണ്. അതുകൊണ്ട് ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ അല്ലെ. അപ്പം ഇവിടുന്ന് പുറത്തേക്ക് കറണ്ട് പോകുള്ളൂ എക്സെപ്റ്റ് കറന്റ് സോഴ്സ്. അപ്പൊ I ഡബിൾ ഡാഷ് എന്ന കറണ്ട് ഇങ്ങോട്ട് വരും അല്ലെ. ബാക്കി കറണ്ട് ഒക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ. ഓക്കെ, അതുകൊണ്ട് ഇവിടെ KCL അപ്ലൈ എന്ത് ചെയ്യും? I ഡാഷ് ആണ്, I ഡബിൾ ഡാഷ് ആണ് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട്. അത് പോസിറ്റീവ്, I2 നെഗറ്റീവ്, I3 നെഗറ്റീവ് അല്ലെ. അപ്പൊ എന്ത് വരും? I ഡബിൾ ഡാഷ് മൈനസ് I2 മൈനസ് I3 ഈക്വൽ ടു 0 അല്ലെ. അല്ലെങ്കിൽ I can write I double dash equal to I2 plus I3. ഇനി എനിക്ക് I2 എന്താണ് I3 എന്താണെന്ന് കാണണം അല്ലെ. I2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബൈ റെസിസ്റ്റൻസ് അല്ലെ. അപ്പം എന്താണ്? V2 മൈനസ് 0 ബൈ R2 അല്ലെ. നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. V2 മൈനസ് 0 ബൈ R2 എന്ന് പറഞ്ഞാൽ V2 ബൈ R2 അല്ലെ. അതുപോലെ I3 എന്ന് പറഞ്ഞാൽ എന്താണ്? I3 എന്ന് പറഞ്ഞാൽ ഈ കറണ്ട്. ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ. അപ്പൊ V2 മൈനസ് V1 ബൈ R3 അല്ലെ. V2 മൈനസ് V1 ബൈ R3. Therefore I double dash equal to V2 by R2 plus V2 minus V1 by R3 അല്ലെ. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. V2 by R3 minus V1 by R3 എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ I can get I double dash equal to V2 കോമൺ ആണ് 1 by R2 plus 1 by R3 minus V1 by R3 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ്. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് സോഴ്സിന്റെ വാല്യൂസ് കിട്ടി. ഇനി ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ
there is a relation connecting. എന്താണ് relation? The current from a source reaching the junction is equal to V1, voltage at the node, into sum of reciprocals of the branch resistances. V1 ഇവിടുത്തെ പറഞ്ഞുതരാം, product of voltage at the node, product of voltage at the node, voltage at the node എത്രയാണ് V1, and sum of reciprocals of branch resistances. ഈ നോഡിൽ നിന്ന് പോകുന്ന ബ്രാഞ്ച് ഏതൊക്കെയാണ്? R1 ഉം ഇതും. അത് രണ്ടല്ലേ ബ്രാഞ്ച്, അതിന്റെ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ 1/R1 പിന്നെ 1/R3. അതിന്റെ സം എന്ന് പറഞ്ഞാൽ 1/R1 plus 1/R3. അതാണ് product of voltage at the node into and sum of reciprocals of branch resistances minus voltage at the next node divided by the resistance connecting them. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം അല്ലേ? The current from source that reaches the node is the product of potential or voltage at the node and sum of reciprocals of branch resistances connected to the node minus the ratio of adjoining potential to the branch resistance. Okay, minus ratio of adjoining node to the branch resistance. Ratio ആണ് division അല്ലേ? എന്തിന്റെയൊക്കെ? ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെയും അത് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെയും റേഷ്യോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ശരിയാണെന്ന് നോക്കാം. ഇനി ഈ നോഡ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഈ നോഡിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്? I ഡബിൾ ഡാഷ്. അപ്പൊ I ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് നോഡ് 2 എന്ന് പറഞ്ഞാൽ V2 ഇൻറ്റു ഇവിടുത്തെ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? R2 R3. അപ്പൊ V2 ഇൻറ്റു 1/R2 പ്ലസ് 1/R3 മൈനസ് വോൾട്ടേജ് അറ്റ് ദി അഡ്ജസന്റ് നോഡ് എത്രയാണ്? V1 ഡിവൈഡഡ് ബൈ ദി റെസിസ്റ്റൻസ് കണക്ടിങ് ദം. അപ്പൊ മൈനസ് V1/R3 വരും. കണ്ടോ? ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സർക്യൂട്ടും അനലൈസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്യാം, എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഓപ് ആമ്പ് ഒക്കെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതുക. യൂസ് നോഡൽ അനാലിസിസ് മെത്തേഡ് ടു ഫൈൻഡ് ദ കറന്റ് ത്രൂ വേരിയസ് റെസിസ്റ്റേഴ്സ് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. ഈ സർക്യൂട്ട് വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യാം. നോക്കുക, ഇവിടെ നമുക്ക് 3 നോഡ്സ് ഉണ്ട് അല്ലേ? ഇത് നോഡ് 1, ഓക്കെ, ഇത് നോഡ് 2, അതുപോലെ ഇത് നോഡ് 3. ഓക്കെ, അങ്ങനെ നമുക്ക് 3 നോഡ്സ് കിട്ടും. ഇവിടുത്തെ വോൾട്ടേജ് V1 ആണ് എഴുതുക, ഇവിടുത്തത് V2 ആണ് എഴുതുക, ഇവിടുത്തത് V3 ആണ് എഴുതുക, നോഡിലെ വോൾട്ടേജ്. ഇനി ഇതൊക്കെ ഇവിടെ 28 ആംപിയറിന്റെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട്, ഇവിടെ 2 ആംപിയറിന്റെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട്. ഓക്കെ, 2 ohm 2 ohm 10 ohm 5 ohm 1 ohm, അതുപോലെ ഇവിടെ 4 ohm. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ നോഡിനും എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം നോഡ് 1. നോഡ് 1 എന്താണ് ഫോർമുല? കറന്റ് ഫ്രം ദ സോഴ്സ് റീച്ചിങ് ദ ജംഗ്ഷൻ. നമ്മുടെ കറന്റ് എത്രയാണ്? 28 അല്ലേ? കറന്റ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് അറ്റ് ദ ജംഗ്ഷൻ. എന്താണ് വോൾട്ടേജ് അറ്റ് ദ ജംഗ്ഷൻ? എന്താണ്? V1 അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് അറ്റ് ദ ജംഗ്ഷൻ ആൻഡ് സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ബ്രാഞ്ച് റെസിസ്റ്റൻസസ്. ഇവിടുന്ന് 3 ബ്രാഞ്ച് ഉണ്ട്, ഒന്നിങ്ങട്ട് 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 അല്ലേ? അപ്പൊ 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 അല്ലേ? 1/2 പ്ലസ് 1/2 പ്ലസ് 1/10 അല്ലേ? മൈനസ് അല്ലേ? മൈനസ് the voltage ratio of voltage at the adjacent node to the resistance അല്ലേ? അപ്പൊ adjacent node ആണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു നോഡ് ഉണ്ട് 2, ഇത് ഇതിന്റെ adjacent നോഡാ. അതുപോലെ ഇതൊരു നോഡാണ്, adjacent നോഡാ, കാരണം ഇത് ഡയറക്റ്റ് കണക്ഷൻ അല്ലേ? അല്ലേ? അപ്പൊ ഈ നോഡും ഇവിടുന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു നോഡാണ്, അതുപോലെ ഇവിടെ വന്നിട്ട് ഇതും ഒരു adjacent നോഡാണ്, അത് കൺസിഡർ ചെയ്യണം. ഓക്കെ,
അപ്പം മൈനസ് വോൾട്ടേജ് അറ്റ് അഡ്ജസന്റ് നോഡ് എത്രയാണ് V2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ഓം. തീർന്നില്ല. മൈനസ് എന്ത് വേണം V3 അല്ലേ, ഇതാണ് ഇവിടുത്തെ വോൾട്ടേജ്, ഈ ബ്രാഞ്ചിൽ ഇവിടുത്തെ വോൾട്ടേജ് V3 ഡിവൈഡ് ബൈ കണക്റ്റിംഗ് കം 10 അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും അല്ലേ. ഇത് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം അല്ലേ. അപ്പൊ 1/2 പ്ലസ് 1/2 1 വരും അല്ലേ. അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത അപ്പം 11/10 വരും അല്ലേ. 28 ഈക്വൽ ടു 11/10 V1 മൈനസ് V2/2 മൈനസ് V3/10 അല്ലേ. ഈ 28 ഞാൻ എടുക്കുന്നത് മൊത്തം V10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 10 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും 11 V1 മൈനസ് ഇത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 V2 മൈനസ് V3 ഈക്വൽ ടു 218 വരും. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. കറക്റ്റ് അല്ലേ. അപ്പം V1 V2 V3 എന്നുള്ള തമ്മിൽ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, നോഡ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇവിടെ നോഡ് 2 അല്ലേ കൺസിഡർ ചെയ്യുന്നത്. എന്താ നമ്മളിപ്പോ എക്സ്പ്രഷൻ പഠിച്ചത്, ദ വാല്യൂ ഓഫ് കറന്റ് റീച്ചിങ് ദ ജംഗ്ഷൻ അല്ലെ. ഇവിടെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട്, ഈ നോഡിലേക്ക് ചെല്ലുന്ന ഒരു കറന്റ് സോഴ്സ് ഉണ്ട്, ഈ നോഡിലേക്ക് ചെല്ലുന്ന ഒരു കറന്റ് സോഴ്സ് ഉണ്ട്. എന്നാൽ ഈ നോഡിലേക്ക് ചെല്ലുന്ന കറന്റ് സോഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 0 ഈക്വൽ ടു, ക്ലിയർ ആണോ, 0 ഈക്വൽ ടു ഇനി എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് അറ്റ് ദ നോഡ് എന്താണ് V2 into sum of reciprocals of branch resistances നമ്മൾ എന്ത് വരും 1/2 plus 1/1 plus 1/5 അല്ലേ, 215 അല്ലേ. 1/2 plus 1/1 plus 1/5 മൈനസ് വോൾട്ടേജ് അറ്റ് ദി adjacent node divided by resistance അല്ലേ. അവിടെ എത്ര adjacent nodes ഉണ്ട്, ഇതാണ് നോഡ്, ഇതിന്റെ adjacent node 3 ഉണ്ട്, ഇതുണ്ട്. അപ്പൊ എന്ത് വരും, മൈനസ് V3/1 മൈനസ് V1/2 അല്ലേ. V3/1 മൈനസ് V1/2 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇത് വരും 0 ഈക്വൽ ടു V2 ഇൻറ്റു 1/2 പ്ലസ് 1 പറഞ്ഞാൽ 3/2 അല്ലേ, പ്ലസ് 1/5 മൈനസ് V3/1 അല്ലേ V3/1 അപ്പൊ V3 അല്ലേ മൈനസ് V1/2. ഓക്കെ, അല്ലെങ്കിൽ 0 ഈക്വൽ ടു 3 into 5 15 plus 2 17/10 അല്ലേ. 17/10 V2 minus V3 minus V1/2 അല്ലേ. 3 into 5 15 plus 2 17/10. ഇനി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് വരും, മൈനസ് ഇതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ഈക്വൽ ടു 17 V2 minus V3 minus 5 sorry 10 കൊണ്ട് മൾട്ടിപ്ലൈ 10 V3 minus 5 V1. ഓക്കെ, അല്ലെങ്കിൽ എഴുതാം 5 V1 plus 10 minus 17 V2 plus 10 V3 equal to 0 ആണ്. ഓക്കെ, ഞാൻ അതിന് ഇങ്ങോട്ട് എടുത്ത് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു നെഗറ്റീവ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തിട്ട് V1 V2 V3 എന്നുള്ള ഫോമിൽ ആക്കണം. അപ്പൊ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -5 5 ആവും, അതുപോലെ -10 എന്നുള്ളത് +10 ആവും, ഇത് -17 V2 -17 V2 ആവും. അത് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യണം, അടുത്ത നോഡിൽ അപ്ലൈ ചെയ്യാം അല്ലേ. നോഡ് 3 നോഡ് 3
നോഡ് 3 എന്ന് പറഞ്ഞതല്ലേ, അപ്പം കറണ്ട് റീച്ചിങ് 2 അല്ലെ, 2 ഈക്വൽ ടു വോൾട്ടേജ് അറ്റ് ദി ജംഗ്ഷൻ ഇൻറ്റു 1/4 പ്ലസ് 1/1 പ്ലസ് ഇതും ഒരു ബ്രാഞ്ച് ആണ് 1/10 അല്ലെ, മൈനസ് എന്താ വോൾട്ടേജ് ദിസ് എത്രയാണ് V2/1 അല്ലെ, V2/1 മൈനസ് ഇത് V1/10 അല്ലെ, അങ്ങനെ ക്ലിയർ ആണല്ലോ. അപ്പൊ 2 ഈക്വൽ ടു എന്താ V3 ഇൻറ്റു 1/4 പ്ലസ് 11/10 മൈനസ് V2 മൈനസ് V1/10 അല്ലെ, അല്ലെങ്കിൽ 2 ഈക്വൽ ടു 10 പ്ലസ് 44 54/14 ആയില്ല, V3 മൈനസ് V2 മൈനസ് V1/10 അല്ലെ. ഇനി എന്ത് ചെയ്യാം, മൊത്തം 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൊത്തം ഇക്വേഷൻ. അപ്പൊ എന്താ 80 ഈക്വൽ ടു 40 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ 54 V3 minus 40 V2 minus 4 V1 എന്ന് വരും അല്ലേ, 40/10 4 റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ തരും 4 V1 plus 40 V2 minus 54 V3 equal to 80. ഇതിലൊക്കെ ഒരു 2 കോമൺ അല്ലേ എല്ലാത്തിനും. അപ്പൊ എന്ത് ചെയ്യാം, 2 V1 plus 20 V2 minus 4 7 V3 equal to 14. Equation number 3 അല്ലേ. അങ്ങനെ 3 ഇക്വേഷൻസ് ആയി. ഓക്കെ, ഇനി നോക്കുക, ഈ ഇക്വേഷൻസ് V1 V2 V3 എന്നീ ടേംസിലാണ് അല്ലേ, V1 V2 V3 എന്നുള്ള ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇക്വേഷൻസ് മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. ഇക്വേഷൻ 1 2 3 എന്ന് പറഞ്ഞാൽ ക്രാമേഴ്സ് റൂൾ അല്ലേ, എന്ന് പറഞ്ഞാൽ 11 5 2 -5 -1 -17 10 20 -27 ഇവിടെ 47 അല്ല 27 ആണ്, 27 അല്ലേ. ഓക്കെ, അത് ഇവിടെ നോക്കിയപ്പോൾ മനസ്സിലായത് അല്ലേ, 27 ഇൻറ്റു വേരിയബിൾസ് ഏതൊക്കെയാണ്, V1 V2 V3 അല്ലേ, ഈക്വൽ ടു കോൺസ്റ്റൻസ് എന്തൊക്കെയായിരുന്നു, ആദ്യത്തിൽ 280 കിട്ടി, രണ്ടാമത്തേൽ 0, മൂന്നാമത്തേൽ 40 അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, ഇവിടെ 3 ഇക്വേഷൻസ് കിട്ടി. ആ 3 ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിൽ എഴുതി. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താ ചെയ്യാ, ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. എങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യാം, ആദ്യം നമ്മള് കോമൺ ഡിറ്റർമിനന്റ് ഡെൽറ്റ കാണാം, എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡെൽറ്റ V1 കാണാം അല്ലെ. ഡെൽറ്റ V1 എന്താണ്, ഈ 1152 റീപ്ലേസ് ചെയ്ത് 280 040 ആക്കുക, എന്നിട്ടുള്ള ഡിറ്റർമിനന്റ്. പിന്നെ എന്ത് ചെയ്യാം, ഡെൽറ്റ V2 കാണാം, അതെങ്ങനെയാണ്, -5 -17 20 റീപ്ലേസ് ചെയ്ത് 280 040 ആക്കുക. അതുപോലെ ഡെൽറ്റ V3 ആക്കുക, എന്താണ്, ഇതിനെ റീപ്ലേസ് ചെയ്ത് ഇതാക്കുക, എന്നിട്ട് മെട്രിക് ഡിറ്റർമിനന്റ് കാണാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, V1 V2 V3 കാണാൻ പറ്റും. ഓക്കെ, V1 V2 V3 കാണാൻ പറ്റും. ഓക്കെ, ആ V1 V2 V3 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് I1 I2 I3 ഏതാ വേണ്ടത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, ഇത് എന്താണ്, V1 V2 V3 കാണാം, I1 I2 I3 I4 I5 I6 ഇതെല്ലാം കാണാം. ഓക്കെ, അത്രയും ചെയ്യാം കേട്ടോ, ഒരു ഹോംവർക്ക് ആയിട്ട്. ക്ലിയർ ആണല്ലോ.
ഇനി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കുറെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഓപ്പാമ്പ് ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഓപ്പാമ്പ് നോക്കാൻ ആദ്യം ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ്. ഓക്കെ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. ഓക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? നമുക്ക് ഇങ്ങനെ വരും. അല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്യും? ബി ഇൻ. ഓക്കെ, ഇതാണ് ഓപ്പാമ്പിന്റെ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. ഇത് നമ്മൾ എന്താ പറയും? ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഇൻ എന്ന് പറയും. ഇത് നമ്മൾ എന്താ പറയും? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആർ എഫ് എന്ന് പറയും. ഇതാണ് എന്ത്? ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട്. ഓക്കെ, 741 ഓപ്പാമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സിനകത്ത് അല്ലെ? അപ്പൊ 2 ആണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ, 3 നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. അപ്പൊ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, ഇനി 2ലേക്കാണ് ഇൻപുട്ട് കൊടുക്കുക അല്ലെ? അത് ഒരു റെസിസ്റ്റൻസ് ത്രൂ ആണ് കൊടുക്കുക. ഇതാണ് വി ഇൻ ആണ് ഇൻപുട്ട് വോൾട്ടേജ്. അവിടുന്ന് ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ ഇൻപുട്ടിലേക്ക് സിഗ്നൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൊടുത്തു. ഫീഡ്ബാക്ക് എന്തിനാണ് കൊടുക്കുന്നത്? നോയിസ് റിഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, അതിനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഉള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഇത്തരം ഫീഡ്ബാക്ക് കൊടുത്തിട്ടാണ്. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി നോക്കുക, ഇവിടെ ഓപ്പാമ്പിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഉണ്ട്. നോക്കുക, ഇതൊരു നോഡാണ്. നമ്മളിപ്പോ തൊട്ടുമ്പോ നോഡൽ അനാലിസിസ് പഠിച്ച് ഇതൊരു നോഡാണ് അല്ലെ? ഒരു ബ്രാഞ്ച്, 2 ബ്രാഞ്ച്, 3 ബ്രാഞ്ച്, മിനിമം 3 ആൾ കൂടിയ നോഡായിരുന്നു. ഓക്കെ, ഇനി ഓപ്പാമ്പിനകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വിർച്വൽ ഗ്രൗണ്ട് അല്ലെ? വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതും ഒരേ പിന്നെ സപ്ലൈയിൽ വരും എന്നുള്ളതാണ് വിർച്വൽ ഗ്രൗണ്ടിന്റെ കോൺസെപ്റ്റ് അല്ലെ? നിങ്ങൾ ജസ്റ്റ് ഇലക്ട്രോണിക്സിന്റെ ഭാഗത്ത് ഓപ്പാമ്പിൽ ഒന്ന് പോയി നോക്കണം. ഇത് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ഇത് രണ്ടും ഒരേ പൊട്ടൻഷ്യലാണ് നിൽക്കുക അല്ലെ? അതുകൊണ്ട് ഇവിടെ നമുക്ക് എത്ര കൊടുക്കാം? 0 കൊടുക്കാം അല്ലെ? ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ അല്ലെ? ഇവിടെയുള്ള പൊട്ടൻഷ്യൽ 0 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ആ ഒരു കോൺസെപ്റ്റ് മറക്കരുത്. ഓക്കെ, വിർച്വൽ ഗ്രൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ വിർച്വൽ ഗ്രൗണ്ട് അറിയാത്തത് ജസ്റ്റ് ഓപ്പാമ്പിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അല്ലെ? ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കാം. നമ്മുടെ നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് നോഡ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് ഏറ്റവും വലുത്. ഇനി മുതൽ ഈ നോഡ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുള്ളൂ? കറണ്ട് ഒഴുകുള്ളൂ. ഇനി നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അത് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ആദ്യം ഞാൻ ഈ ബ്രാഞ്ചിലൂടെ വരും അല്ലെ? അപ്പൊ എന്ത് വരും? 0. ഇവിടുത്തെ വോൾട്ടേജ് 0 മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? വി ഇൻ ഡിവൈഡഡ് ബൈ അവർ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് എത്രയാണ്? ആർ ഇൻ അല്ലെ? പ്ലസ് ഇനി വീണ്ടും ഇവിടുത്തെ വോൾട്ടേജ് 0, ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് വി നോട്ട് അല്ലെ? ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ എഫ് അല്ലെ? ഇനി ഇതിൽ എന്ത് ചെയ്യില്ല? കറണ്ട് പോവില്ല. അപ്പൊ ആ ബ്രാഞ്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ കറണ്ട് പോവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുത്തു. അപ്പൊ ഈ 2 ബ്രാഞ്ച് നോക്കിയിട്ട് ഈക്വൽ ടു 0 ആണല്ലോ, അത് കൊടുത്തു. ഇനി ഇതെന്ത് ചെയ്യണം? മൈനസ് വി ഇൻ ബൈ ആർ ഇൻ അല്ലെ? മൈനസ് വി ഔട്ട് ബൈ ആർ എഫ് ഈക്വൽ ടു 0 ആയി അല്ലെ? ആയില്ലേ? അപ്പൊ എന്തായി? മൈനസ് വി ഇൻ ബൈ ആർ ഇൻ ഈക്വൽ ടു വി ഔട്ട് ബൈ ആർ എഫ് എന്നാണ് അല്ലെ? ഇനി ഇതെന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓപ്പാമ്പിനകത്ത് ഇൻപുട്ട്
വോൾട്ടേജും റെസിസ്റ്റൻസും ഒക്കെ നമുക്കറിയാം. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? എന്താണ് ഇതിന് വി ഔട്ട് എന്ന് പറഞ്ഞാൽ? വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വരും അല്ലേ, മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ ഇൻറ്റു വി ഇൻ അല്ലേ. ഈ ആർ എഫ് കിട്ടുന്നു മൈനസ് ആർ എഫ് ബൈ ആർ എം ഇൻറ്റു വി ഇൻ. ഇതാണ് നിങ്ങളുടെ ഇൻവേർട്ടിംഗ് ഓപ് ആംപ് അല്ലേ. ഇനി നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറുടെ കോൺഫിഗറേഷൻ കൂടെ നോക്കാം. ഓക്കെ, അതിനകത്ത് എങ്ങനെയാണ്? ഇതുപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ ഓപ് ആംപ് ഉണ്ട്. ഇതാണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഇതാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഓക്കെ, ഇവിടെ എന്താണ്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. മറ്റേത് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്, ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് കൊടുത്തു. എന്താണ്, ആർ ഇൻ അല്ലേ. ഇതെന്ത് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ വോൾട്ടേജ് സപ്ലൈ ഇല്ല. നോൺ ഇൻവേർട്ടിംഗ്, ഇൻവേർട്ടിംഗിലേക്ക് സപ്ലൈ ഇല്ല. നോൺ ഇൻവേർട്ടിംഗിലൂടെ എന്ത് ചെയ്തു, നമ്മൾ സപ്ലൈ കൊടുത്തു. ഇനി ഇവിടെ എന്തുണ്ട്, ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ഇവിടെയാണ് എന്ത് വരിക, ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. ഇതാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആർ എഫ്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഓക്കെ, 7 4 ഇത് 6 ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ. ഇനി ആ വിർച്വൽ ഗ്രൗണ്ടിന്റെ കൺസെപ്റ്റ് ഇവിടെ വരും. അവിടെ വിർച്വൽ ഗ്രൗണ്ട് ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു, വിർച്വൽ ഗ്രൗണ്ടിന്റെ കോൺസെപ്റ്റ് ഇതാണ്. ഇവിടത്തെയും ടെർമിനൽ വോൾട്ടേജ് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. അവിടെ ഇൻവേർട്ടിങ്ങിന്റെ കേസിൽ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തത് കൊണ്ട് ഗ്രൗണ്ട് ചെയ്ത ഇവിടുത്തെ വോൾട്ടേജ് 0, അത് ഇവിടെ കാണാമായിരുന്നു അല്ലെ. ഇവിടെ എത്ര വോൾട്ടേജ്, വി ഇൻ. അതുകൊണ്ട് ഇവിടെ നമുക്ക് വി ഇൻ കിട്ടും. അത് ഓപ് ആമ്പിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. ഇവിടെയും അതേ വോൾട്ടേജ്. നേരത്തെ അവിടെ ഗ്രൗണ്ട് ചെയ്തു, അതുകൊണ്ട് ആ വോൾട്ടേജ് 0, അത് ഇവിടെ വന്നു. അതുകൊണ്ട് നമ്മളുടെ 0 കൊടുത്തു. ഇവിടെ വി ഇൻ കൊടുത്തതുകൊണ്ട് ഇവിടെ വി ഇൻ വരും. ഓക്കെ, ഇനി ഇതേപോലെ ഇതാണ് നമ്മുടെ നോഡ്. 3 ബ്രാഞ്ചിലൂടെയും പോവാം അല്ലെ. ഇതിലൂടെ പോകണ്ട, ഇങ്ങോട്ടും അങ്ങോട്ടും പോവാം. ഓക്കെ, അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇവിടുത്തെ വോൾട്ടേജ് വി ഇൻ അല്ലെ, മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് 0 അല്ലെ, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആർ ഇൻ പ്ലസ് ഇനി ഏതാ ബ്രാഞ്ച്, ഇത്. ഇവിടുത്തെ വോൾട്ടേജ് വി ഇൻ മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് വി ഔട്ട് ബൈ ഈ വോൾട്ടേജ് എത്രയാണ്, ആർ എഫ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ. സ്പ്ലിറ്റ് ചെയ്യുക. വി ഇൻ ബൈ ആർ ഇൻ പ്ലസ് വി ഇൻ ബൈ ആർ എഫ് മൈനസ് വി ഔട്ട് ബൈ ആർ എഫ് ഈക്വൽ ടു 0. ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഇതിലൊക്കെ വി ഇൻ കോമൺ ആണ് അല്ലേ. വി ഇൻ ഇൻറ്റു 1 ബൈ ആർ ഇൻ പ്ലസ് 1 ബൈ ആർ എഫ് ഈക്വൽ ടു വി ഔട്ട് ബൈ ആർ എഫ് എഴുതി കൂടെ ഇതിനപ്പുറത്തേക്ക് എടുത്തു. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട്, വി ഔട്ട് ഈക്വൽ ടു എന്താ, വി ഇൻ ആർ എഫ് ഇൻറ്റു 1 ബൈ ആർ ഇൻ പ്ലസ് 1 ബൈ ആർ എഫ് അല്ലെ. ഈ ആർ എഫിനകത്തേക്ക് എടുത്താൽ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു വി ഇൻ ഇൻറ്റു ആർ എഫ് ബൈ ആർ ഇൻ പ്ലസ് ആർ എഫ് ബൈ ആർ എഫ് വരും അല്ലെ. ആർ എഫ് ബൈ ആർ എഫ് എന്ന് പറഞ്ഞാൽ 1 അല്ലെ, അങ്ങനെ വരും. അല്ലെങ്കിൽ എന്ത് കിട്ടും, I'll get V out equal to ഇതെന്ത് ചെയ്യാം, 1 plus RF by Rin into V in എന്ന് എഴുതാം അല്ലേ. ഇതന്നെയല്ലേ നിങ്ങൾ പഠിച്ച നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് അല്ലേ. 1 plus RF by Rin into V. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേർട്ടിംഗ് സമ്മർ വിളിക്കാം, സമ്മിങ് ആംപ്ലിഫയർ. ഓക്കെ, സമ്മിങ് ആംപ്ലിഫയർ. ഓക്കെ, നോക്കാം എന്താണ് സമ്മിങ് ആംപ്ലിഫയർ. ഔട്ട്പുട്ട് വിൽ ബി ദ സം ഓഫ് ഇൻപുട്ട് വോൾട്ടേജസ്. ഓക്കെ, അപ്പൊ നോക്കാം.
ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസിലൂടെ ഒരു ഇൻപുട്ട് ചെയ്യുന്നു, അത് V1. മറ്റൊരു റെസിസ്റ്റൻസിലൂടെ V2 ചെയ്യുന്നു, മറ്റൊരു റെസിസ്റ്റൻസിലൂടെ V3 ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഓപ് ആമ്പിലേക്ക് കൊടുത്തു. ഓക്കെ ഇത് ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കൊടുത്തു. ഓക്കെ ഇവിടെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണ് RF, ഇതാണ് R1, ഇതാണ് R2, ഇതാണ് R3. ഓക്കെ ഇങ്ങോട്ട്. ഓക്കെ വീണ്ടും നമ്മൾ ഈ ഒരു നോഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ ഇത് 2, ഇത് 3. ഓക്കെ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ് ബിക്കോസ് ഓഫ് വിർച്വൽ ഗ്രൗണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇവിടേക്ക് ഇങ്ങോട്ടൊരു ബ്രാഞ്ച്, ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ച്, ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ച്, ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ച്, അങ്ങനെ കുറേ ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബ്രാഞ്ചിലൂടെയും പോവാം. ഇതാണ് നോഡ്, അവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് വലുത്, ബാക്കി എല്ലായിടത്തും കറണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ പോവാം അല്ലേ. അപ്പൊ വോൾട്ടേജ് അറ്റ് ദ നോഡ് 0 മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് V1 ബൈ അവരുള്ള റെസിസ്റ്റൻസ് R1 പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് 0 മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് V2 ഡിവൈഡഡ് ബൈ അവർ റെസിസ്റ്റൻസ് R2 പ്ലസ് 0 മൈനസ് V3 ബൈ R3 അല്ലേ. തീർന്നോ? ബ്രാഞ്ച് തീർന്നോ? ഇത് മൂന്നും പ്ലസ് ആരും കൂടെ ഉണ്ട് ഈ ബ്രാഞ്ച് അല്ലേ. 0 മൈനസ് V ഔട്ട് ബൈ RF അല്ലേ, അത് ഈക്വൽ ടു 0 ആണല്ലോ. ഓക്കെ അപ്പൊ എന്തായി, മൈനസ് V1 ബൈ R1 മൈനസ് V2 ബൈ R2 മൈനസ് V3 ബൈ R3 ഈക്വൽ ടു V ഔട്ട് ബൈ RF. ഈ മൈനസ് V ഔട്ട് ബൈ RF അപ്പുറത്ത് കൊടുത്തു, അപ്പൊ അത് പോസിറ്റീവ് ആയി. നിങ്ങൾക്ക് എന്താ കണ്ടേ, V ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടത്. അപ്പൊ V ഔട്ട് ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് കോമൺ അല്ലേ, മൈനസ് RF ഇൻറ്റു V1 ബൈ R1 പ്ലസ് V2 ബൈ R2 പ്ലസ് V3 ബൈ R3. ഇനി സമ്മിങ് ആൻസർ വേണ്ടേ. അപ്പൊ if we choose RF equal to R1 equal to R2 equal to R3 equal to R എന്ന് പറഞ്ഞാൽ RF-ഉം R1-ഉം R2-ഉം R3-ഉം ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, സെയിം ആക്കി എടുത്തു. R എന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ ഒരു 10 ohm ആക്കി, അല്ലെങ്കിൽ ഒരു 10K ആക്കി, എല്ലാം സെയിം ആക്കി. അപ്പൊ അതൊക്കെ സെയിം ആയി കഴിഞ്ഞാൽ എന്താവും, ഇത് കോമൺ ആക്കി പുറത്ത് എടുക്കാം. R1, R2, R3 ഒക്കെ സെയിം ആയി അത് പുറത്ത് എടുക്കാം. അപ്പൊ അതും കട്ട് ചെയ്ത് പോകും. That means V out equal to minus of V1 plus V2 plus V3 അല്ലേ. മോഡ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ, V1 plus V2 plus V3 ആണെങ്കിൽ അല്ലേ. എന്ന് പറഞ്ഞാൽ the output voltage will be the sum of input voltages. ഇതിനെയാണ് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യാം. ഓക്കെ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഈ ഒരു മെത്തേഡ് ഓർത്തിട്ടാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരുവിധം സർക്യൂട്ട്സ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ശരിക്കും ഇത് കിർച്ചോഫ് ലോ തന്നെയാണ്, V/R റേഷ്യോ ഉള്ളതാണ്. ഓക്കെ അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ മൈനസ് വരുന്നത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഓക്കെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ മൈനസ്, പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, എന്റെ മൂന്നിന്റെയും സമമായിരിക്കും. ഓക്കെ ആണല്ലോ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.